അവരുടെയൊക്കെ കയ്യിൽ ആയുധങ്ങളായി വാളും തൃശൂലവും ഒക്കെ കണ്ടിട്ടുണ്ട്. ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാനാണ് നമ്മുടെ പുരാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഐ എം എ സോൾജിയർ. സോ ഓഫ് കോഴ്സ് സോൾജിയർ നീഡ്സ് വെപ്പൺ, റൈറ്റ്? സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോൾ നുണ 1000 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടും. ഹിന്ദുക്കൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും കാരണം പ്രോസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ ഇവിടുത്തെ കുഞ്ഞു മക്കൾ പെൺകുട്ടികളെ അവിടെ കൊണ്ട് എന്തൊക്കെ ദ്രോഹമാണ് ചെയ്യുന്നത്. കോളേജിൽ ചെല്ലു നോക്കുമ്പോൾ ഈ കുട്ടികൾ കുഞ്ഞു മക്കളാ, നാളത്തെ തലമുറയാണ്. അവരെ ഇതിൽ പെടുത്തി എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്യുന്നത്. പൊടിക്കുട്ടികൾ ഇവരെയൊക്കെ പ്രശ്നങ്ങളിൽ വന്നുപെടുമ്പോൾ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ആ ചോദ്യത്തിൽ നിന്നാണ് ലിറ്റിൽ ഡയമണ്ട്സ് മിസ്റ്റിക് ക്രിയ നാളെയുടെ തലമുറയ്ക്ക് സൂക്ഷ്മ ശരീരം ക്ലിയറാക്കി കൊടുക്കാൻ ഭദ്രാനന്ദ സ്വാമിയുടെ കയ്യിലുള്ള, അവരുടെയൊക്കെ കയ്യിൽ ആയുധങ്ങളായി വാളും തൃശൂലവും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയ ഒരു അഘോരി ആണോ ഭദ്രാനന്ദ? ഈ തോക്കുമായി നടക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. തോക്കിൻ്റെ കാര്യം എനിക്കത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഒന്നേ ഞാൻ പറയുള്ളൂ. ആദ്യത്തെ തോക്ക് ഇവിടെ കേരളത്തിൽ ലൈസൻസ് ഉണ്ടായിരുന്നു. അത് ആലുവ പോലീസ് സ്റ്റേഷൻ ഫയറിങ്ങിൽ അത് ക്യാൻസൽ ചെയ്തു. കേസ് കഴിഞ്ഞിട്ട് തിരിച്ചു തരണം എന്നുണ്ടായിരുന്നു. ഇവരുടെ പൊളിറ്റിക്കൽ പ്രഷർ കാരണം ഇവർ ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് തന്നില്ല. അറിയാമല്ലോ, ഞാൻ വിട്ടു. ഞാൻ ഈ നാട് വിട്ടൊക്കെ പോയി. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത്, ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യുദ്ധം ചെയ്യാനും ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കാനുമാണ് അമ്മ എന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആയുധത്തിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു സാധാരണ സന്യാസിയെ പോലെ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ജീവിതം ഇതാക്കി ആർക്കും ഒരു രീതിയിലും ഒരു ഉപകാരവും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ആർക്കും ഉപദ്രവം ഇല്ലാതെ എവിടെയെങ്കിലും മാറിയിരുന്ന് ജപിച്ച് ഉള്ള ജീവിതം കഴിയാനാണെങ്കിൽ അമ്മ എനിക്ക് ആയുധമൊന്നും തരണ്ട. ഞാൻ ഐ എം എ സോൾജിയർ. സോ ഓഫ് കോഴ്സ് സോൾജിയർ നീഡ്സ് വെപ്പൺ, റൈറ്റ്? അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. അടുത്ത ദിവസമാണ് എനിക്ക് ഗൺ ലൈസൻസ് സാങ്ഷനായ ഓർഡർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വരുന്നത്. അതും എന്നെപ്പോലെ ഒരാളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് എത്ര വിങ് വെച്ചിട്ടാണ്. കാരണം നിങ്ങൾ പറയുന്ന പോലെ ചെറിയ രീതിയിലല്ല. 4 IPS ഓഫീസേഴ്സ് സാങ്ഷൻ ചെയ്യണം. നമ്മുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് അവർ പഠിച്ചിട്ട്. അതും എൻ്റെ പേരിൽ ആലുവ പോലീസ് സ്റ്റേഷനിൽ വെടിവെച്ചു, CAനെ വെടിവെച്ചു കൊല്ലാനും മാധ്യമപ്രവർത്തകരെ വെടിവെച്ചു കൊല്ലാനും ശ്രമിച്ചു എന്നുള്ള ഹിസ്റ്ററിയൊക്കെ ഉള്ള ഇതിലാണ് ഇവരെന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നിയമത്തെ അന്ന് ഞാൻ മനസ്സിലാക്കി, നിയമത്തെ പല വിധത്തിൽ ആൾക്കാർ രീതിയിൽ വളച്ചൊടിക്കും. സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോൾ നുണ 1000 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പം എനിക്ക് തോക്കെന്തിനാണ്? സ്വാഭാവികമായ ഒരു ചോദ്യം. ഞാൻ ഒന്നും ചെയ്യാത്തവനാണെങ്കിൽ എനിക്ക് തോക്കും വേണം, എനിക്ക് ശത്രുക്കളെ. ഞാൻ ഇന്ന് ഒരു വിഭാഗത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടും. ഹിന്ദുക്കൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും കാരണം ഞാൻ ഉണ്ടാക്കി വെച്ച് ശത്രുത ചെറുതല്ല എന്നുള്ളത് അവർക്കെല്ലാവർക്കും ബോധ്യമാണ്. ഞാനായിട്ടൊരു ശത്രുത ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഈ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാറ്, സംസാരിക്കാറുണ്ട്. ഇവരുടെ തീവ്രവാദത്തിനെതിരെ സംസാരിക്കാറുണ്ട്. ഇവരുടെ ചില ജിഹാദ് പ്രവർത്തനത്തിനെതിരെ പ്രവർത്തിക്കാറുണ്ട്. മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിരന്തരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പം കേരളത്തിലെ ഈ മയക്കുമരുന്ന് വേട്ട ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മളുള്ളത്. അത് തുടങ്ങി 3ാമത്തെ ദിവസം തൊട്ടാണ് CMമായിട്ടൊക്കെ പല രീതിയിൽ പ്രഷർ കൊടുത്തു, പല രീതിയിൽ ആൾക്കാരെ അറിയിച്ചു. CM ദേവി അത് ഇങ്ങനത്തെ കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് യുവതലമുറയില്ലെങ്കിൽ രാജ്യമില്ല, അതിനുവേണ്ടി. അപ്പം CM അത് വലിയ രീതിയിലൊരു ഹെൽപ്പ് ചെയ്തതുകൊണ്ടും ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു ഡ്രഗ് ഹണ്ട് തന്നെ വിജയപരമായിട്ട് എത്തിക്കാൻ പറ്റിയത്. ബാംഗ്ലൂരിൽ ഒരു ദിവസം അവിടുന്ന് 3 കോടിക്ക് മേളിലുള്ള ഡ്രഗ്സാണ് ഇങ്ങോട്ട് വരുന്നത് കർണാടകയിൽ നിന്ന്. അത് ചെയ്യുന്നതൊക്കെ ആരാണ്? ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് മലയാളീസാണ്. അത്ഭുതപ്പെട്ടു പോകും. പ്രോസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ ഇവിടുത്തെ കുഞ്ഞു മക്കൾ പെൺകുട്ടികളെ അവിടെ കൊണ്ട് എന്തൊക്കെ ദ്രോഹമാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും അവിടെ ഫൈറ്റാണ്. കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ ഈ മാതാപിതാക്കളെല്ലാം വിളിച്ചിട്ട് നമ്മളടുത്ത് വിളിച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിച്ച് പറയാം. കോളേജിൽ ചെല്ലു നോക്കുമ്പോൾ ഈ കുട്ടികൾ കുഞ്ഞു മക്കളാ, നാളത്തെ തലമുറയാണ്. അവരെ ഇതിൽ പെടുത്തി എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെതിരെ ഒരു വിങ് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷനും കൂടെ നോക്കണ്ടേ? ഇപ്പോൾ തോക്കെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാജ്യദ്രോഹം ചെയ്യാനോ അത് ചൂണ്ടി റോബറി നടത്താനോ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാനോ ഒന്നും അല്ലല്ലോ. നമ്മുടെ പ്രൊട്ടക്ഷന് ആയുധം എന്ന് പറയുന്നത്
ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാനാണ് നമ്മുടെ പുരാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ, അനിയത്തിമാർ, പൊടിക്കുട്ടികൾ, ഇവരെയൊക്കെ പ്രശ്നങ്ങളിൽ വന്നുപെടുമ്പോൾ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ആ ചോദ്യത്തിൽ നിന്നാണ് ലിറ്റിൽ ഡയമണ്ട്സ് മിസ്റ്റിക് ക്രിയ, നാളെയുടെ തലമുറയ്ക്ക് സൂക്ഷ്മ ശരീരം ക്ലിയറാക്കി കൊടുക്കാൻ ഭദ്രാനന്ദ സ്വാമിയുടെ കയ്യിലുള്ള ഒരു വിദ്യയാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്തായി ലിറ്റിൽ ഡയമണ്ട്സ്? ലിറ്റിൽ ഡയമണ്ട്സ് എന്ന് പറയുന്നത് അതായത് ഒരു സൃഷ്ടിക്ക് മുമ്പേ ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തൊട്ട് സൃഷ്ടി കർമ്മം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ സർവീസ്, അതാണ് അതിൻ്റേത്. ഒരു അച്ഛനും അമ്മയ്ക്കും അവരിൽ ജനിക്കുന്ന ഒരു കുട്ടിക്കും വേണ്ടിയിട്ടുള്ള ഒരു സർവീസാണ്. അതായത് ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ എല്ലാവർക്കും കല്യാണം, ഭൂമിയിലോ ഏത് ഉദരത്തിലോ ഭൂമിയിലോ, ഉദരത്തിൽ നിന്ന് തുടങ്ങുകയാണ്, ഉദരത്തിന് മുമ്പും തുടങ്ങുകയാണ്, മനസ്സിനെ തുടങ്ങുകയാണ്, ഉദരത്തിന് മുമ്പും തുടങ്ങുകയാണ്, പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങുക. ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു നമ്മുടെ ബ്രെയിനിൽ നിന്നേ, അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നേ അത് തുടങ്ങുകയാണ്. ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെയും അമ്മയുടെയും ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും സൂക്ഷ്മ ശരീരത്തെ ക്ലെൻസ് ചെയ്യുകയാണ് ഫസ്റ്റ്. ആ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട്, കാരണം അച്ഛൻ ആരാന്നാണ് ആദ്യം ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു വ്യക്തി ഒരു തെമ്മാടിത്തരം കാണിച്ചാൽ നിൻ്റെ അമ്മ ആരാന്ന് ചോദിക്കില്ല, നിൻ്റെ അച്ഛൻ ആരാന്നേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടി അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ആണ് കുട്ടിയുടെ എനർജി ആദ്യം ഫോം ചെയ്യും. അച്ഛൻ കഴിഞ്ഞ എനർജിയിൽ എവിടെയൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടോ അതെല്ലാം ഈ കുട്ടിയിലേക്ക് വരിക. അതായത് അച്ഛൻ ആപ്പിളിൻ്റെ ഐഫോൺ 14 Pro Max ആണെങ്കിൽ കുട്ടി അതൊരു 15 or 17 Pro Max ആയിരിക്കും. മനസ്സിലാവണം. അപ്പോൾ അച്ഛൻ്റെ മനസ്സിനനുസരിച്ചാണ് അച്ഛൻ അമ്മയുടെ ദേഹത്ത് സ്പർശിക്കുന്ന ആ നിമിഷം തൊട്ട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടി ജനിക്കുന്നത് അച്ഛൻ്റെ എനർജിയെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ അച്ഛൻ ഒരു കള്ളം എന്തെങ്കിലും പറഞ്ഞിട്ടാണ് അമ്മയെ ചെന്ന് സ്പർശിക്കുകയാണെങ്കിൽ കുട്ടി ഒരു കള്ളനാവും. അപ്പോൾ അച്ഛൻ്റെ ബീജശുദ്ധി, അച്ഛൻ്റെ 5 ഓറിക് ബോഡീസിൻ്റെ ശുദ്ധി, ഇത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് വേണം അമ്മയായിട്ട് കണക്റ്റ് ആവാൻ. അതേപോലെ തന്നെ അമ്മയുടെ ജോലി അച്ഛൻ്റെ ബീജാർപ്പണം എന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന അപ്പച്ചട്ടിയിൽ ഒരു തവി മാവൊഴിക്കുന്ന പോലെ കഴിഞ്ഞാൽ അച്ഛൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ അപ്പച്ചട്ടിയുടെ ഷേപ്പിലാണ് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്, അമ്മയുടെ എനർജിയുടെ ഷേപ്പിലാണ് കുട്ടി വളരുന്നത്. ആ സമയത്ത് അമ്മ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അമ്മ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇത് കറക്റ്റായിട്ട് കൊണ്ടുവരുമ്പോൾ കുട്ടി ഉള്ളിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബേബിയെ അമ്മയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് അമ്മ ഈ കുട്ടീനെ പുറത്തേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഈ അമ്മയുടെ ജീവരക്തമാണ് കുട്ടിക്ക് മുലയൂട്ടിൽ കൊടുക്കുന്നത്. ആ സമയത്ത് അമ്മ കഴിക്കേണ്ട ഫുഡ്സ് ആയിക്കോട്ടെ, കാരണം ആത്മാവിന് കൊടുക്കുന്ന അർച്ചനയാണ് ഭക്ഷണം. അമ്മയുടെ എനർജി പുറത്തേക്ക് വരണമെങ്കിൽ അമ്മ അകത്തേക്ക് എടുക്കുന്നതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് പാലായിട്ട് കൊടുക്കുമ്പോൾ അമ്മയുടെ അത്രയും ജീവരക്തമാണ് കറന്നു കൊടുക്കുന്നത്. ആ രക്തത്തിൽ കംപ്ലീറ്റ് ഇതുണ്ട്. രക്തം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും കാരണങ്ങളുണ്ട്. പ്രാണൻ എങ്ങനെ വരുന്നു? ശരീരത്തിലെ ജല തടാകമാണ് രക്തമെന്ന് പറയുന്നത്. അതിൽ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഈ പറയുന്ന ഒരു ബോട്ടാണ്. ആ ബോട്ടിനകത്ത് ഇരുന്ന് വരുന്നതാണ് പ്രാണൻ. ഇതുപോലൊന്നും ആരും ഇതിനെ പ്രാണനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കേരളത്തിൽ. അപ്പോൾ ഈ അത്രയും എനർജി അമ്മ കുഞ്ഞിന് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് അമ്മ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ, കുഞ്ഞുപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ, കുഞ്ഞിൻ്റെ ജാതകം അപ്പം ഏത് ഗ്രഹങ്ങളാണ്, എവിടേക്കാണ്, അസ്ട്രോളജി പരമായിട്ട് നമ്മൾ ചിലത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇവിടുത്തെ അസ്ട്രോളജേഴ്സ് ആ സെക്ഷൻ ഒന്നും നോക്കിയിട്ടില്ല, ആ സെക്ടറിലേക്ക് തിരിഞ്ഞിട്ടുമില്ല. അവർക്കറിയാത്ത ടോപ്പിക്കാണത്. അവരാകെ യോഗമുണ്ട്, ഇന്ന നക്ഷത്രം, ഇന്ന ഇത് എന്ന് പറഞ്ഞ് കൊടുത്ത് വിടുകയാണ്. അതല്ല, അസ്ട്രോളജിക്ക് ഒരുപാട് തലങ്ങളുണ്ട്. എന്നാൽ അസ്ട്രോളജിക്ക് കഴിയാത്തതായിട്ടുള്ള മറ്റൊരു തലമാണ് ഈ പറയുന്ന സൂക്ഷ്മക്രിയയിൽപ്പെടുന്നത്. ഇതിൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് അവരുടെ പ്ലാനറ്ററി പൊസിഷൻസ് എന്ന് നോക്കി ഇവരുടെ ഓറിക് ബോഡി എങ്ങനെയാണെന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് ഇവരെ ഒരു ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ എനർജി ഇട പിംഗ്ല സുഷുമ്ന തൊട്ട് സപ്തചക്രങ്ങൾ, ആ കുട്ടിയുടെ ദേഹത്തപ്പം ഇടേണ്ട ഹെർബ്സിൻ്റെ കുറേ പാക്സ് ഉണ്ട്, ഹെർബൽ പാക്സ്.
പിന്നെ ആ കുട്ടിയെ പൊതിയുന്ന ഇപ്പം കൊച്ചു കുട്ടികളാകുമ്പോൾ നോർമൽ ചില കളേഴ്സാണ് ഉപയോഗിക്കുന്നത്, ചില ലൈറ്റ് കളേഴ്സ്. പക്ഷെ എല്ലാ കുട്ടികൾക്കും ലൈറ്റ് കളേഴ്സ് സെറ്റ് ആവില്ല. അവരുടെ പ്ലാനറ്ററി പൊസിഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് സജസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയും അമ്മയും തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ 9 മാസം വരെ 9 to 10 മാസം വരെ ആ കുട്ടീനെ അങ്ങനെ പൂവിനെ ഒരിക്കലും നമ്മൾ പറിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. മുട്ടിനെ നറിഷ് ചെയ്യുക, അതിന് മാക്സിമം വെള്ളം കൊടുത്ത് വളം കൊടുത്ത് അതിന് നറിഷ് ചെയ്യുക. അത് ഒരു സർട്ടൺ പീരീഡ് ആകുമ്പോൾ അതിങ്ങനെ പൂ വിടർന്നു വരും. അതുപോലെ നമ്മൾ ഈ കുട്ടീനെ ആ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ലിറ്റിൽ ഡയമണ്ട്സ്. അത് അതൊരു പ്രോഗ്രാമാണോ? അതൊരു സർവീസാണ്. അത് അച്ഛനും സ്വന്തം കുട്ടിയുടെ ജീവിതം ഏറ്റവും നല്ലതായി വരണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വന്തം കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്കുള്ള സർവീസ്. കാരണം കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവർ കൊടുക്കുന്നതല്ലേ ഇതാൻ പറ്റുള്ളൂ. ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ അറിയാൻ പറ്റുമോ അവർക്ക്. അവരത്രയും ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവർ ഡ്രഗ് മാഫിയയുടെ വലയിൽ പെടില്ല, അവർ അനാവശ്യമായിട്ടുള്ള എനർജിയിലേക്ക് പെടില്ല. അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്ന ഒരിത് അവരിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവം.